നമസ്കാരം. മെട്രോ മാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം. കൃഷ്ണകുമാറിന്റെ മകളായ ദിയയുടെയും ഭർത്താവ് അശ്വിന്റെയും ഉറ്റ സുഹൃത്ത് അഭിരാം കൃഷ്ണകുമാറിന്റെ യൂട്യൂബ് ചാനലിൽ അതിഥികളായി എത്തിയ ഇരുവരും ഇപ്പോൾ ഒരു രഹസ്യം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. കാരണം ക്യാമറകൾ ഉറങ്ങാത്ത വീട് എന്നാണ് ആരാധകർ നടൻ കൃഷ്ണകുമാറിന്റെ കുടുംബത്തെക്കുറിച്ച് തമാശയായെങ്കിലും പറയാറുള്ളത്. കൃഷ്ണകുമാറിനും ഭാര്യയ്ക്കും 4 മക്കൾക്കുമായി 6 യൂട്യൂബ് ചാനലുകളാണ് ഉള്ളത്. എല്ലാ ചാനലുകളിലും നിരന്തരം വീഡിയോകളും പ്രത്യക്ഷപ്പെടാറുണ്ട്. സ്ത്രീ എന്ന കൃഷ്ണകുമാറിന്റെ വീട്ടിൽ എന്ത് ആഘോഷം നടന്നാലും അതുമായി ബന്ധപ്പെട്ടുള്ള 4-5 വ്ലോഗ് വീഡിയോകൾ കുടുംബാംഗങ്ങൾ എല്ലാവരും ചേർന്ന് പങ്കുവയ്ക്കും. മാത്രമല്ല, ഓരോരുത്തർക്കും പ്രത്യേകം കാഴ്ചക്കാരുമുണ്ട്. യൂട്യൂബിൽ ഏറ്റവും സജീവമായി വീഡിയോകൾ പങ്കുവയ്ക്കുന്നവരിൽ ഒരാൾ ദിയ കൃഷ്ണയാണ്. 4 വർഷത്തോളമായി ദിയ യൂട്യൂബ് ബ്ലോഗിൽ സജീവമായുണ്ട്. 10 ലക്ഷത്തിന് മുകളിലാണ് ദിയയുടെ സബ്സ്ക്രൈബേഴ്സ്. ഇതിനിടെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള കാരണം എന്താണെന്ന് ദിയ വെളിപ്പെടുത്തിയത്. അഭിരാം ദിയയുടെ പാത പിന്തുടർന്ന് തന്നെയാണ് യൂട്യൂബ് ബ്ലോഗിംഗിലേക്ക് ആരംഭിച്ചു കഴിഞ്ഞത്. ആദ്യ വീഡിയോയിൽ അതുകൊണ്ട് തന്നെ ദിയയും അശ്വിനെയുമാണ് അഭിരാം സ്പെഷ്യൽ ഗസ്റ്റുകളായി വിളിച്ചത്. താൻ യൂട്യൂബ് ചാനൽ ആരംഭിക്കാൻ കാരണം ചേച്ചി അഹാനയാണെന്നാണ് ദിയ പറഞ്ഞത്. തുടക്കത്തിൽ യൂട്യൂബിൽ നിന്ന് വരുമാനം വരുന്നതിനെ കുറിച്ച് അറിവില്ലായിരുന്നുവെന്നും ദിയ പറയുന്നുണ്ട്. എനിക്കൊരു ചാനലുള്ള കാര്യം അറിയുക പോലുമില്ലായിരുന്നു. കൊറോണ കാലത്ത് എപ്പോഴോ ഒരു സമയം അമ്മു ഞങ്ങൾ മാലിദ്വീപിൽ പോയ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരുന്നു. എന്തിനാണ് ഈ മെനക്കെടുന്നത്, അതെടുത്ത് യൂട്യൂബിൽ ഇട്ടിട്ട് എന്ത് കിട്ടാനെന്നായിരുന്നു അന്നൊക്കെ എൻ്റെ മനസ്സിൽ. 1 മാസം കഴിഞ്ഞപ്പോൾ അമ്മുവിന് പേയ്മെന്റ് കിട്ടി തുടങ്ങി. ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാവരും സ്റ്റക്കായിപ്പോയി നിമിഷമായിരുന്നു അത്. വീഡിയോ പോസ്റ്റ് ചെയ്തതിന് പൈസ കിട്ടിയോ എന്നായിരുന്നു ആശ്ചര്യം. എനിക്കും ഒരു അക്കൗണ്ട് തുടങ്ങി തരുമോ എന്ന് അമ്മുവിനോട് ചോദിച്ചിരുന്നു. നിനക്ക് ഓൾറെഡി അക്കൗണ്ട് ഉണ്ടല്ലോ എന്നായിരുന്നു അമ്മുവിന്റെ മറുപടി. ഇല്ല, ഞാൻ ഇതുവരെ തുടങ്ങിയിട്ടില്ല. അമ്മു പോയിട്ട് ദിയ കൃഷ്ണ എന്ന് ടൈപ്പ് ചെയ്ത് യൂട്യൂബ് ചാനൽ കാണിച്ചു തരികയായിരുന്നു. മെയിൻ ഐഡിയിലുള്ള എല്ലാവർക്കും യൂട്യൂബ് അക്കൗണ്ട് ഉണ്ട്, നമ്മളായിട്ട് ബാക്കി ചെയ്യണമെന്ന് മാത്രം. അങ്ങനെയാണ് ഞാൻ വീഡിയോകൾ പോസ്റ്റ് ചെയ്തു തുടങ്ങിയത്. മീൻ കറി വീഡിയോയാണെന്ന് തോന്നുന്നു ആദ്യം അപ്ലോഡ് ചെയ്തത്. നല്ല വ്യൂസ് ഉണ്ടായിരുന്നു. കൊറോണ കാലം ഞങ്ങളുടെ കുടുംബത്തിന് ബ്ലെസ്സിംഗ് ആയിരുന്നു. അങ്ങനെ പറയാമോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞങ്ങൾക്ക് അത് അനുഗ്രഹമായിരുന്നു. എല്ലാവർക്കും നല്ല വരുമാനമായിരുന്നു കിട്ടിയത്. ബേബിയൊക്കെ വന്നിട്ട് വേണം ഒന്നിച്ച് വീഡിയോ ചെയ്യാൻ. ക്യാമറയ്ക്ക് മുന്നിൽ സംസാരിച്ചു തുടങ്ങുമ്പോൾ ആദ്യമൊക്കെ ചമ്മലായിരുന്നു. പുറത്തൊക്കെ പോയി വീഡിയോ എടുക്കുമ്പോൾ നാണം തോന്നുമായിരുന്നു. അശ്വിനും അങ്ങനെയായിരുന്നു. ഇപ്പോൾ ആ പ്രശ്നമില്ല, അശ്വിനും മാറി. വീഡിയോ ചെയ്തു തുടങ്ങുമ്പോൾ ക്യാരക്ടർ ലെവൽ മാറുമെന്നാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ശേഷമുള്ള അനുഭവങ്ങൾ പങ്കിട്ട് ദിയ പറഞ്ഞത്. തന്നെ പിന്തുണയ്ക്കുന്നത് പോലെ തന്നെ അഭിരാമിനെ പിന്തുണയ്ക്കണമെന്നും ദിയയും അശ്വിനും വീഡിയോയിൽ ആവശ്യപ്പെട്ടു. ദിയയും അശ്വിനും ഇപ്പോൾ ആദ്യത്തെ കൺമണിക്കായുള്ള കാത്തിരിപ്പിലാണ്. ദിയ ഇപ്പോൾ 5 മാസം ഗർഭിണിയാണ്. വൈകാതെ പുതിയ ഒരു അംഗം കൂടി കൃഷ്ണകുമാറിന്റെ കുടുംബത്തിലേക്ക് എത്തും. ഇക്കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു ദിയയുടെയും അശ്വിന്റെയും വിവാഹം. 5-ാം മാസത്തിലെ പ്രത്യേക ചടങ്ങിന്റെ വിശേഷങ്ങളൊക്കെ ദിയ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ചിരുന്നു. തനിക്ക് ജനിക്കാൻ പോകുന്നത് ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്ന ചോദ്യത്തിനൊക്കെ ഉറപ്പിച്ചുള്ള ഉത്തരവും നൽകിയിട്ടുണ്ട് ദിയ. അതിനുള്ള കാരണവും ദിയ പറഞ്ഞിട്ടുണ്ട്. ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ ഭർത്താവ് അശ്വിൻ ഗണേശിനൊപ്പം എത്തിയതായിരുന്നു താരം. 5-ാം മാസത്തിലെ ആചാരങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. ഇനി 7-ാം മാസത്തിൽ വളകാപ്പുണ്ട്. അത് എല്ലാവരും ചെയ്യുന്നതാണല്ലോ, ഇപ്പോൾ ട്രെൻഡാണല്ലോ. മെയിലായിരിക്കും, തമിഴ് ബ്രാഹ്മണ രീതിയിലായിരിക്കും ചടങ്ങുകൾ നടക്കുക. തിരുവനന്തപുരത്തായിരിക്കും ചടങ്ങ് നടക്കുന്നത്. എനിക്ക് പെൺകുട്ടിയെ വേണമെന്നാണ്. ആൺകുട്ടിയും ഇഷ്ടമാണ്, പക്ഷേ പെൺകുട്ടിയായിരിക്കുമ്പോൾ എൻ്റെ മിനിയേച്ചർ വസ്ത്രങ്ങളും പരീക്ഷിക്കാമല്ലോ. കുഞ്ഞിന്റെ പേര് അമ്മ കണ്ടെത്തുകയാണ്, അല്ലാതെ നമ്മൾ തീരുമാനിച്ചിട്ടില്ല. ആദ്യം ഒരു പെൺകുട്ടിയും രണ്ടാമതൊരു ആൺകുട്ടിയും വേണമെന്നാണ്. സിനിമയിൽ കാണുന്നത് പോലെ ഗർഭിണിയാകുന്നതും പ്രസവിക്കുന്നതും എളുപ്പമാണെന്നാണ് ഞാൻ വിചാരിച്ചത്. അതൊന്നും എളുപ്പമല്ലെന്ന് മനസ്സിലാകുന്നുണ്ട്. ആദ്യത്തെ 3 മാസം കുറച്ച് പ്രയാസമായിരുന്നു. ബേബി മൂൺ മാലിദ്വീപിലായിരിക്കുമെന്നുമാണ് ദിയ പ്രതികരിച്ചത്. ദിയയുടെയും അശ്വിന്റെയും വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറാറുണ്ട്. അത്തരത്തിൽ ഒരു ഉദ്ഘാടനത്തിന് നിറവേറുമായി എത്തിയ ദിയയുടെ വീഡിയോ ഒക്കെ ശ്രദ്ധ നേടിയിരുന്നു. ദിയയുടെ കൈപിടിച്ച് അശ്വിൻ കൂടെ ഉണ്ടായിരുന്നു. 6 മാസം ഗർഭിണിയായ ദിയ പരിപാടിക്ക് എത്തിയതിലൂടെ സോഷ്യൽ മീഡിയയുടെ കയ്യടി നേടുകയാണ്. ഇതിനിടെ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്കൊക്കെയാണ് ദിയയും അശ്വിനും മറുപടി നൽകുന്നത്. തങ്ങളുടെ കുഞ്ഞിന് പേരിടുന്നതിനെ കുറിച്ച് ദിയ സംസാരിക്കുന്നുണ്ട്. തന്നെ അമ്മയായിരിക്കും കുഞ്ഞിന് പേരിടുക, അമ്മ നിർദ്ദേശിക്കും, പക്ഷേ അന്തിമ തീരുമാനം ഞങ്ങളുടേതായിരിക്കുമെന്നാണ് ദിയ പറയുന്നത്. അശ്വിൻ തന്നെ നല്ലപോലെ കെയർ ചെയ്യാറുണ്ട്. രാവിലെ ആപ്പിളൊക്കെ കട്ട് ചെയ്യാറുണ്ട്. സ്വന്തം വീട്ടിൽ ഒരു പണിയും ചെയ്യില്ലായിരുന്നു, പക്ഷെ എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തുടങ്ങിയെന്നാണ് ദിയ പറയുന്നത്. വീട് വൃത്തിയാക്കുകയും അടുക്കള പണിയും ഒക്കെ ചെയ്തു തുടങ്ങി. ബദാമൊക്കെ കഴിക്കുകയെന്ന് നിർബന്ധിച്ചു കഴിപ്പിക്കുമെന്നും ദിയ പറയുന്നു. കുട്ടികൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ക്രേസാണ്. തമിഴ് സിനിമയിലൊക്കെ കാണുന്നത് പോലെ കല്യാണം കഴിക്കുന്നു, ഗർഭിണിയാകുന്നു, അടുത്ത സീനിൽ കുട്ടിയാകുന്നു. എല്ലാം അതുപോലെ എളുപ്പമായിരിക്കുമെന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷെ ഒട്ടും എളുപ്പമായിരുന്നില്ല.
ആദ്യത്തെ 3 മാസം ഭയങ്കര പ്രയാസമായിരുന്നു. അപ്പോൾ ഞാൻ ഗർഭിണിയായിട്ടുള്ള എല്ലാവരെയും സ്മരിച്ചു. 3 മാസം ഭയങ്കര മോശമായിരുന്നു. ഹോസ്പിറ്റലിലായി ട്രിപ്പിലാണ് ജീവിച്ചിരുന്നതെന്നും ദിയ പറയുന്നുണ്ട്. എത്ര കുട്ടികൾ വേണമെന്നതിൽ തങ്ങൾക്കിടയിൽ ചർച്ച നടക്കുകയാണെന്നാണ് ദിയ പറയുന്നത്. ഒന്നിൽ നിർത്താനാണ് എന്റെ പ്ലാൻ. എനിക്കിനി വയ്യ. വീട്ടിലെ ബാക്കിയുള്ള പിള്ളേരെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ പോരെ എന്നാണ് ഞാൻ ചോദിച്ചതെന്നാണ് ദിയ പറയുന്നത്. ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ ഇഷ്ടമെന്ന ചോദ്യത്തിനും ദിയ മറുപടി പറയുന്നുണ്ട്. എനിക്ക് പെൺകുട്ടിയാണ് ഇഷ്ടം. പെൺകുട്ടിയാണെങ്കിൽ എന്റെ മിനിയേച്ചറാക്കി ഡ്രസ്സൊക്കെ ഇടിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമെന്നാണ് ദിയ ആ സമയത്ത് പറഞ്ഞത്. സോഷ്യൽ മീഡിയയിലെ മിന്നും താരമാണ് ദിയ. ദിയയുടെ വ്യക്തിജീവിതം സോഷ്യൽ മീഡിയയിലൊക്കെ പലപ്പോഴായി ചർച്ചയായി മാറാറുണ്ട്. ദിയയുടെയും അശ്വിന്റെയും പ്രണയവും വിവാഹവും എല്ലാം വലിയ ചർച്ചയായി. സോഷ്യൽ മീഡിയയിൽ ഇത്രയധികം ചർച്ചയായി മാറിയ മറ്റൊരു ദമ്പതികളുണ്ടാകില്ല. മികച്ചൊരു നർത്തകി കൂടിയാണ് ദിയ. താരത്തിന്റെ ഡാൻസ് റീലുകളും വൈറലായി മാറാറുണ്ട്. ദിയയുടെ സഹോദരിമാരും സോഷ്യൽ മീഡിയയിലെ താരങ്ങളാണ്. കൃഷ്ണ സിസ്റ്റേഴ്സിലെ 4 പേരുടെയും ചാനലുകളും ഹിറ്റാണ്. അമ്മ സിന്ധു കൃഷ്ണയും സോഷ്യൽ മീഡിയ താരമാണ്.